നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 2026 വിഷുഫലമാണ്. അത് തിരുവാതിര നക്ഷത്രക്കാരുടെ വിഷുഫലം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷുഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 സൂര്യൻ ചതയം നക്ഷത്രത്തിൽ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ഇടവൻ രാശിയിൽ ചതയം നക്ഷത്രത്തിൽ സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിൽ പ്രവേശിക്കുന്നു. അന്നാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. സൂര്യൻ ഈ മേടൻ രാശിയിൽ സംക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ചുള്ള കാര്യങ്ങളാണ് വിഷുഫലമായി നമ്മൾ ഇവിടെ പറയുന്നത്. ഇത് പഞ്ചാംഗ വിധിപ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണം അനുസരിച്ച് പഞ്ചാംഗ വിധിപ്രകാരമുള്ള വിഷുഫലം എങ്ങനെയാണ് ഈ തിരുവാതിര നക്ഷത്രക്കാരിൽ സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. വിഷു സംക്രമം അനുസരിച്ച് പഞ്ചാംഗപ്രകാരം തിരുവാതിര നക്ഷത്രം മധ്യശൂലത്തിൽ വരുന്ന ഒരു നക്ഷത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സംക്രമിക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാവുന്ന ആ സംഗമ പുരുഷന്റെ ലക്ഷണം അനുസരിച്ച് നക്ഷത്രങ്ങളെ രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം അതൊരു ഭാഗം. ആദിഷഡ്ഗം, മധ്യഷഡ്ഗം, അന്ത്യഷഡ്ഗം അതും മറ്റൊരു ഭാഗം. ഇങ്ങനെയാണ് നക്ഷത്രങ്ങളെ തരംതിരിച്ചിട്ടുള്ളത്. ഇതിൽ തിരുവാതിര നക്ഷത്രം മധ്യശൂലത്തിൽ വരുന്ന നക്ഷത്രമാണ്. അപ്പൊ മധ്യശൂലത്തിലാണെങ്കിലും അന്ത്യശൂലത്തിലാണെങ്കിലും ആദിശൂലത്തിലാണെങ്കിലും ഈ ശൂലത്തിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് വിഷുഫലം അത്ര ഗുണകരമല്ലാതെയാണ് കാണുന്നത്. എന്നാൽ ഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് അഭീഷ്ടസിദ്ധിയും കാണുന്നുണ്ട്. അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷുഫലം അത്ര ഗുണകരമല്ല. എല്ലാ നക്ഷത്രക്കാർക്കും വിഷുഫലം ഗുണം ആകും എന്ന് പറയാൻ പറ്റില്ലല്ലോ. ചില നക്ഷത്രക്കാർക്ക് അതിൻ്റെ ഗുണദോഷങ്ങൾ അനുഭവത്തിൽ വരാം. എന്നാൽ ഇവരുടെ ജാതകത്തിലെ ഇപ്പോഴത്തെ ദശയും അപഹാര സമയവും ഇവർക്ക് അനുകൂലമാണെങ്കിൽ ഈ ഫലം ചിലപ്പോൾ ഇവർക്ക് തടയപ്പെട്ടു എന്ന് വരാം. കാരണം അവർക്ക് ഇപ്പോൾ നല്ല സമയമാണെങ്കിൽ ഈ സംക്രമ പുരുഷന്റെ ഈ ലക്ഷണം ചിലപ്പോൾ അവർക്ക് ഏൽക്കാതെ വരികയും ചെയ്യും. അപ്പോ വിഷുഫലമായി ഉണ്ടാവുന്ന ഈ സൂര്യൻ സംക്രമിക്കുന്നതിന്റെ ഫലമായി ഉണ്ടാവുന്ന വിഷുഫലം, അതാണ് ഞാൻ ഇന്നിവിടെ ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ കാര്യം പറയുന്നത്. ഇതിൽ തിരുവാതിര നക്ഷത്രം മധ്യശൂലത്തിൽ വരുന്ന നക്ഷത്രമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവർക്ക് അത്ര ഗുണകരമല്ലെന്നും ഞാൻ പറഞ്ഞു. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്താൽ എനിക്ക് വളരെ പ്രയോജനകരമാണത്. എൻ്റെ തുടർന്ന് വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അതിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് വിഷുഫലമായി അത്ര ഗുണകരമായിട്ടല്ല കാര്യങ്ങൾ വരുന്നത്. ഇവർക്ക് അടുപ്പക്കാർ അകന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഇവർ സ്വന്തമെന്ന് വിചാരിച്ചിരുന്ന പലരും ഇവരിൽ നിന്നും വിഷുഫലമായി അകന്നു പോകാൻ ഇടവരും.
നമ്മളെ ഇവരെ സ്നേഹിച്ചിരുന്നവർ ഇവരെ നോക്കാതെ പോകുന്ന അവസ്ഥ വരും. പല കാര്യത്തിലും ഇവർക്ക് അപമാനം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇവർക്ക് അപമാനം സഹിക്കേണ്ട അവസ്ഥയും വരാം. ചെയ്യാത്ത കുറ്റം ഇവരുടെ തലയിലേക്ക് വന്നെന്നും വരും. ഇവർ മനസ്സാ വാച കർമ്മണ അറിയാത്ത ചില കാര്യങ്ങളിൽ ഇവർ തെറ്റുകാരാകാനും സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ നാശം ഉണ്ടാകുന്ന സമയമാണ് ഈ വിഷുഫലം. ബന്ധുനാശം ഉണ്ടാകും. ബന്ധുക്കളുടെ വേർപാട് ഉണ്ടാകുന്ന സമയമാണ്. ബന്ധുക്കളുടെ വേർപാട് ഒരുക്കി ഉണ്ടാകുന്നതാണ്. മനക്ലേശം, അതുകൂടാതെ മനപ്രയാസം എന്നിവ ഇവർക്ക് ഈ വിഷുഫലമായി വന്നു ചേരുന്നതാണ്. ഇവരുടെ ചിന്തകൾ കാട് കയറി പോകുന്ന അവസ്ഥയുണ്ടാകും. പലവിധ അനാവശ്യ ചിന്തകൾ ഇവരുടെ മനസ്സിൽ കയറി വരാൻ സാധ്യതയുണ്ട്. നല്ല ജാഗ്രതയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവർ കുറെ കാര്യങ്ങളിൽ ദോഷം അനുഭവിക്കാൻ ഇടവരും. പല കാര്യങ്ങളിലും ദോഷം അനുഭവിക്കാൻ ഇടവരും. അപ്പൊ നല്ല വിധത്തിൽ ജാഗ്രതയോടെ എന്ത് കാര്യത്തെയും നേരിട്ടാൽ ഒരു പരിധി വരെ ഇവർക്ക് ആ തടസ്സങ്ങളെ മറികടക്കാൻ സാധിക്കും. അത് കൂടാതെ ദേഷ്യം ഒന്ന് കുറക്കാൻ ഇവർ ശ്രമിക്കണം. ഇവർക്ക് കുറച്ച് ദേഷ്യം കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമായി ഇതിനെ കാണണം. ആലോചനയില്ലാതെ ഒന്നും ഇവർ ചെയ്യരുത്. എടുത്തു ചാട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല. എടുത്തു ചാടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ഇവർക്കത് ഗുണത്തിൽ വന്നില്ല എന്ന് വരും. അതോടൊപ്പം തന്നെ ഇവർക്ക് അതിൻ്റെ നെഗറ്റീവ് ഫലം അനുഭവത്തിലും വരുന്നെന്ന് വരാം. സുഹൃത്തുക്കൾ ശത്രുക്കളാവുന്ന ഒരു അവസ്ഥ ഈ വിഷുഫലമായി ഇവരെ സംബന്ധിച്ച് ഉണ്ടാകാവുന്നതാണ്. സ്വന്തം എന്ന് വിചാരിച്ചിരുന്ന പല സുഹൃത്തുക്കളും, നമ്മളോട് ഒത്തുചേർന്ന് പോകുന്ന പല സുഹൃത്തുക്കൾ പോലും ഈ വിഷുഫലമായി നമ്മളിൽ നിന്നും അകന്നു പോകാനും ഇടയുണ്ട്. അതുകൂടാതെ ജാതകത്തിലെ ഗ്രഹനിലയും ദശ അപകാരങ്ങളും അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ഈ ഫലത്തിൽ ചില മാറ്റങ്ങൾ വന്നേക്കാമെന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു. കാരണം ഒരുവന്റെ ദശാഫലവും അപകാരഫലങ്ങളും ഇവർക്ക് നല്ല വിധത്തിലാണ് അനുഭവത്തിൽ ഇരിക്കുന്നതെങ്കിൽ ഈ സംക്രമ പുരുഷന്റെ ലക്ഷണപ്രകാരമുള്ള ദോഷാനുഭവങ്ങൾ ഇവർക്ക് ഏൽക്കാതെ വരികയും ചെയ്യും. നമുക്കൊരു കഷ്ടകാലം വരുമ്പോഴാണ് മറ്റ് ദോഷങ്ങളെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മൾക്ക് ഒരു നല്ല സമയമാണെങ്കിൽ എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം തടുത്തു നിർത്താൻ നമ്മൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജാതകത്തിലെ ഫലം കൊണ്ട് നമുക്ക് കഴിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ജാതകത്തിലെ ഗ്രഹനിലയും ദശാപഹാരങ്ങളും അനുസരിച്ച് ഈ ഫലത്തിന് മാറ്റം വരാനും സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാർ, ഈ തിരുവാതിര നക്ഷത്രക്കാർ ഇതിന് പരിഹാരമുണ്ടല്ലോ, ഇല്ലേ? പരിഹാരമുണ്ട്. ഒരു പരിഹാരമില്ലാത്ത കാര്യങ്ങളില്ലല്ലോ. അപ്പൊ പരിഹാരമായിട്ട് കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. കുടുംബക്ഷേത്ര ദർശനം, ഓരോ കുടുംബക്കാർക്കും ഒരു കുടുംബക്ഷേത്രങ്ങളുണ്ടല്ലോ. ആ കുടുംബദേവത എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന്റെ പരദേവതയായിരിക്കും, ഇല്ലേ? ഒരു കുടുംബദേവത എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ദേവതയാണ്. അപ്പൊ അതുകൊണ്ട് ആ കുടുംബദേവതയെ പ്രസാദിപ്പിക്കുകയും അവർക്ക് വഴിപാടുകളും പ്രസാദങ്ങളും കൊടുത്ത് അവരെ പ്രീതിപ്പെടുത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ ദോഷാനുഭവങ്ങളിൽ നിന്ന് ഇവർക്ക് മുക്തി നേടാൻ കഴിയുന്നതാണ്. ഇത് കൂടാതെ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതും വളരെ നല്ലതാണ്.
ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുകൂടാതെ നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തിയാൽ, അതായത് ഈ തിരുവാതിര നക്ഷത്രക്കാർ അവരുടെ പക്കപ്പിറന്നാളിന് നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തി പ്രാർത്ഥിച്ചാൽ ദോഷങ്ങൾ ഇവരിൽ നിന്നും അകന്നു പോകുന്നതാണ്. മനക്ലേശങ്ങൾ ഇവർക്ക് മാറിക്കിട്ടും. മനപ്രയാസവും ഇവർക്ക് മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ആകെ നോക്കിയാൽ ഈ 2026 തിരുവാതിര നക്ഷത്രക്കാരുടെ വിഷുഫലം ഇവർക്ക് അനുയോജ്യമായി അല്ല കാണുന്നത്. എന്നിരുന്നാലും ഇതിനെ പ്രതിരോധിക്കാൻ ഇവർക്ക് കഴിയുകയും ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ ഇവർക്ക് ദോഷാനുഭവങ്ങളിൽ നിന്നും മുക്തി നേടാനും കഴിയുന്നതാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ വിഷുഫലം, തിരുവാതിര നക്ഷത്രക്കാരുടെ വിഷുഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.